വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അഖില. സോ നമ്മളിതാ 7th സ്റ്റാൻഡേർഡ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ 8th കടക്കുകയാണ്. അതായത് നമ്മുടെ പ്രൈമറിയിൽ നിന്ന് നമ്മൾ അടുത്ത ലെവലിലേക്ക് അല്ലെ, നെക്സ്റ്റ് ലെവൽ ആയിട്ടുള്ള നമ്മുടെ ഹൈസ്കൂളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, മക്കളെ ഇതുവരെ പഠിച്ച പോലെയൊന്നും അല്ല, ഇനി എന്താണ് കുറച്ചും കൂടെ ഹയർ സിലബസ് ഒക്കെയാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്തു നിന്നാണെങ്കിലും ടീച്ചേഴ്സിന്റെ അടുത്തു നിന്നാണെങ്കിലും ഈവൻ നിങ്ങളെ സീനിയേഴ്സ് വരെ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത്, ചിലപ്പോൾ ബുക്സിനെ പറ്റിയൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ വരെ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇത്രയും കാലം ചിലപ്പോൾ നമ്മൾ എന്താണ് നമ്മളെല്ലാവരും ട്രീറ്റ് ചെയ്തിരുന്നത് കുഞ്ഞു കുട്ടികളായിട്ട് തന്നെയാണ് അല്ലെ. അപ്പൊ അതനുസരിച്ച് തന്നെയായിരുന്നു നമ്മളെ സിലബസ് ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളുടെയും കുഞ്ഞു അല്ലെ, അധികം ഡീപ്പ് ലെവലിലേക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അതായത് അധികം ഡെപ്തിലേക്കൊന്നും നമുക്ക് പോകാനുണ്ടായിരുന്നില്ല. സിലബസ് വൈസ് നോക്കുകയാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു സർഫസ് ഏരിയയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്, നമുക്ക് ബോർഡ് എക്സാം വരുന്നുണ്ട് അല്ലെ, 10th അത് കഴിഞ്ഞ് +1 +2 അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും എയിം ചെയ്യുന്ന നമ്മളെ കോമ്പറ്റീറ്റീവ് എക്സാം വരുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെയുള്ള ആ ഒരു ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ 8th അത് കഴിഞ്ഞുള്ള നമ്മളെ 9th ആണ് അല്ലെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളെ 9th എന്ന് പറയുന്നത് ശരിക്കും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണെന്നുള്ളത് അല്ലെ. നമ്മളെ 10th കടക്കുന്നതിന്റെ തൊട്ട് മുമ്പേ ഉള്ളത് എന്നതിനപ്പുറത്തേക്ക് +1 +2 നമ്മൾ പഠിക്കുന്നതിന്റെ ഒരു മിനിയേച്ചർ ഫോം ആണ് നമ്മുടെ 9th എന്ന് പറയുന്നത്. അപ്പൊ ആ 9th ഈ 7th നിന്ന് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഏത് സ്റ്റേജ് ആണ്, നമ്മൾ 8th സ്റ്റാൻഡേർഡ് ആണ് അല്ലെ. സോ 8th സ്റ്റാൻഡേർഡിലാണ് മക്കളെ നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇതാ നമ്മൾ കെമിസ്ട്രിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലെ, ഇതുവരെ നിങ്ങൾ സയൻസ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ വേണ്ടി പോവാണ്. മാത്സ് ആണെങ്കിലും വളരെ ഹയർ ലെവലിലാണ് ഇനി ഉണ്ടാവുക അല്ലെ. ടഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ടഫ് ആണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി സോഷ്യൽ സയൻസിന്റെ കാര്യം പോവുകയാണെങ്കിൽ അതിലും എന്താണ് കുറെ ബ്രാഞ്ചസ് അല്ലെ, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതായത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഇയറിൽ, ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് കെമിസ്ട്രിയുടെ സിലബസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, ഒരു കാര്യം നമ്മൾ തുടങ്ങുന്ന സമയത്ത്, നമ്മൾ ഒരു കാര്യം പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ എന്തെങ്കിലും പഠിച്ചതുകൊണ്ട് കാര്യമില്ല അല്ലെ. അപ്പൊ തുടക്കത്തിൽ തന്നെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ സിലബസ് പരിചയപ്പെടുത്തുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ സിലബസ് അറിഞ്ഞ് പഠിക്കുന്നത് എന്താണ്, യെസ് നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, എന്നിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ അല്ലെ, നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ സിലബസ് അറിഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല മുൻ വർഷങ്ങളിൽ പഠിച്ചതായിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉള്ള കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ടോ എന്നുള്ളത് കൂടെ നമുക്ക് എന്താണ് തിരിച്ചറിയാൻ പറ്റും അല്ലെ. അപ്പൊ ഈ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. കെമിസ്ട്രിയിൽ നമുക്ക് ആകെ 3 ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. ഈ ഒരു ഇയറിൽ ആകെ നമുക്ക് 3 ചാപ്റ്റേഴ്സേ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളൂ. ഇപ്പൊ തന്നെ നമുക്കൊക്കെ ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടാവും അല്ലെ. 10ഉം 12ഉം ചാപ്റ്റേഴ്സ് ഒന്നും നമുക്ക് പഠിക്കാനില്ല, 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോൾ ആൻഡ് പെട്രോളിയം, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്പഷൻ ആൻഡ് ഫ്ലെയിം, തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പൊ ഇപ്പൊ തന്നെ കുറെ ആളുകൾക്കെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, ഈ തേർഡ് ചാപ്റ്റർ എങ്ങനെ കെമിസ്ട്രി ആയി, അത് ഫിസിക്സ് റിലേറ്റഡ് അല്ലേ എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെയൊക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളത് +1 +2 വരുന്ന കെമിസ്ട്രിയിലാണ്. അതായത് ഇവിടെ നമ്മൾ അതിന്റെ ഒരു ബേസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കെമിസ്ട്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇതിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫിസിക്സ് റിലേറ്റഡ് ആണ് അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ, കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഹയർ ലെവലിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യമാണ്. +1 +2 അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ വരുന്നുണ്ട് അല്ലെ. എല്ലാവരുടെ എയിം എന്ന് പറയുന്നത്
ചെയ്യേണ്ടത്, അത് ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കോമ്പറ്റേറ്റീവ് എക്സാമിൽ പോലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വലിയ ഏരിയ തന്നെ നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ നമ്മുടെ കെമിസ്ട്രി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഈ 3 ചാപ്റ്റേഴ്സിലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് ഒന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോൾ ആൻഡ് പെട്രോളിയം. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നാച്ചുറൽ റിസോഴ്സുകളാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതായത് ഇൻഎക്സോസ്റ്റബിൾ ആൻഡ് എക്സോസ്റ്റബിൾ. അതേപോലെ തന്നെ നമ്മുടെ പെട്രോളിയം, പെട്രോളിയം വരുന്ന സമയത്ത് അതിന്റെ റിഫൈനിങ്, അതിന്റെ യൂസസ്, അതൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നാച്ചുറൽ ഗ്യാസസ് പഠിക്കാനുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഓൾറെഡി ഒന്ന് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് അല്ലെ, കുറച്ചും കൂടെ ആഴത്തിൽ ഇവിടെ നമ്മൾ എന്താണ് അത് പഠിച്ചെടുക്കും. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്പഷൻ ആൻഡ് ഫ്ലെയിം ആണ്. അവിടെ നമ്മൾ തുടങ്ങുന്നത് ടൈപ്സ് ഓഫ് കമ്പഷൻ അല്ലെ, അത് പഠിച്ചെടുക്കും. അതിനുശേഷം ഫ്ലെയിമിന്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഗ്ലോബൽ വാർമിങ്ങും ആസിഡ് റെയിനും ഒക്കെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. നമുക്ക് എന്താണ് അധികം ടഫ് എന്നൊന്നും പറയാനില്ല കേട്ടോ, ഒരു ആവറേജ് ആണ്, ആവറേജ് തന്നെയാണ്, നമുക്കത് പഠിച്ച് സെറ്റ് ആക്കാൻ പറ്റും. അടുത്ത ചാപ്റ്റർ ആണ് നമ്മുടെ കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫിസിക്സ് ആണെന്ന് തോന്നിപ്പിക്കും, പക്ഷെ എന്താണ് കെമിസ്ട്രി ആണ്. അവിടെ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് നമ്മുടെ ലിക്വിഡ്സിലൂടെയുള്ള ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ഷൻ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോളിസിസ് ഒക്കെ ഹയർ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഇലക്ട്രോളിസിസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു ടേം ഒന്നും നിങ്ങൾക്ക് ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ, അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ ഇലക്ട്രോ പ്ലേറ്റിംഗ് വരുന്നുണ്ട്. നമ്മുടെ ഗോൾഡ് കവറിംഗ് ഒക്കെ നമ്മൾ പഠിക്കാറില്ലേ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെ. ഇലക്ട്രോ പ്ലേറ്റിംഗിന്റെ ആപ്ലിക്കേഷൻസ് ആണ് അവിടെ ഒക്കെ വരുന്നത്. അപ്പൊ അതിന് പിന്നിലുള്ള കെമിസ്ട്രി എന്താണെന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അങ്ങനെ 3 ചാപ്റ്റേഴ്സ് അല്ലെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് പഠിക്കണം എന്നത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം എന്താണ് ഒരു ആവറേജ് ലെവലിലാണ്. അതിൽ ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ ഇലക്ട്രിസിറ്റി വരുന്നത് കൊണ്ട് തന്നെ ഫിസിക്സ് ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ എന്താണ് കുറച്ചും കൂടെ കെമിസ്ട്രി റിലേറ്റഡ് ആണ്. +1 +2 കോമ്പറ്റേറ്റീവ് എക്സാമിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് കെമിസ്ട്രിയിലെ ഏരിയയിലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ ഇതാ 3 ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ ആലോചിക്കുക ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. 5th-ലും 6th-ലും 7th-ലും ഒക്കെ നമ്മൾ പഠിച്ച ആ ഒരു മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതിയോ? ഇവിടെ ഒരിക്കലും പോരാ അല്ലെ. കാരണം കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് സിലബസ് മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മെത്തേഡും ചേഞ്ച് ചെയ്യണം. എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും, എങ്ങനെ നമുക്കൊരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും സ്കൂളുകളിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ആ ക്ലാസ്സുകൾ എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ നമ്മൾ സൈലത്തിൽ നമ്മളെ ബാച്ചിലൊക്കെ ആയിട്ട് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അത് എന്തായാലും കണ്ടിരിക്കുക എന്നുള്ളതാണ്, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് ആ ഒരു കാര്യം വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ആൻസേഴ്സും ലോങ് ആൻസേഴ്സും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. കേസ് സ്റ്റഡി മെത്തേഡ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ നൽകാൻ വേണ്ടി പറ്റും. എന്നാൽ നിങ്ങൾ ആലോചിക്കുക, ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? നമ്മളെ എക്സാമിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ MCQs എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ MCQയുടെ പ്രത്യേകത അത് എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാത്ത ഒരാൾക്ക് MCQ എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം MCQ പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ ആപ്പിൽ നമ്മളെ ബാച്ചിൽ നമ്മൾ MCQ സീരീസ് തുടങ്ങുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുക, ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുക, കുറെ പാർട്ടുകളായിട്ടാണ് അല്ലെ. അപ്പൊ ഓരോ പാർട്ട് കഴിയുന്ന സമയത്തും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും വിത്ത് ടൈമർ. അതായത് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ MCQs ക്രാക്ക് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഹയർ ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് കോമ്പറ്റേറ്റീവ് എക്സാമിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് MCQs എന്ത് ചെയ്യാൻ പറ്റണം, അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അത് കറക്റ്റ് ആൻസർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനുള്ള ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഇപ്പോഴേ നമ്മൾ അത് എന്ത് ചെയ്യാണ്, നമ്മുടെ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഓരോ യൂണിറ്റ് കഴിയുന്നതിനനുസരിച്ച് യൂണിറ്റ് ടെസ്റ്റുകൾ, സ്കൂളുകളിലെ യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. എല്ലാ ടെസ്റ്റുകളും മക്കൾ അറ്റൻഡ് ചെയ്യുക. അതേപോലെ നമ്മളെ ബാച്ചിലും നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും. ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് മാറ്റർ ആണ് നമ്മുടെ PYQs എന്ന് പറയുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഡിസ്കസ് ചെയ്യാന്നുള്ളതല്ല, നമ്മൾ അത് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ മാക്സിമം ഒരു വർഷത്തെ, മുൻ വർഷത്തത് മാത്രം എടുക്കാതെ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കളക്ട് ചെയ്യുക. അതിനകത്തുനിന്ന് ഒരു ഏരിയയിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്തോണ്ടേ പോവുക, അല്ലെങ്കിൽ സോൾവ് ചെയ്തോണ്ടേ പോവുക. നമ്മളെ ബാച്ചിൽ നമ്മൾ PYQ സീരീസ് ഉണ്ടായിരിക്കും. അതായത് കുറേ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഓരോ ചാപ്റ്റർ കഴിയുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് PYQs മാത്രമായിട്ട് നമ്മൾ സെഷൻസ് ഒക്കെ വെക്കുന്നതാണ്. അപ്പൊ മാക്സിമം
മാക്സിമം എല്ലാവരും PYQs എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള നമ്മളെ ബാച്ചിന് ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളെ യോധ ബാച്ച് അല്ലെ. ഇതിനൊക്കെ പുറത്തായിട്ട് ഓരോ എക്സാം വരുന്നതിനനുസരിച്ച് അതിന്റെ അതേ കറക്റ്റ് ഫോർമാറ്റിൽ നമ്മൾ മോഡൽ എക്സാംസ് ഒക്കെ നടത്തും. അതിന്റെ ആൻസർ കീ ഒക്കെ ലൈവായിട്ട് തന്നെയുള്ള ആൻസർ കീ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് 2499 എന്ന് പറയുന്ന അഫോർഡബിൾ റേറ്റിനാണ്. അപ്പൊ ആരെങ്കിലും ഇതുവരെ ജോയിൻ ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ കാര്യങ്ങളൊന്നും അറിയാത്തതിന്റെ പേരിൽ ജോയിൻ ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തും പറയാ. എന്നിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് ബാച്ചിൽ കാണാം. ബൈ.